ഓം ശാന്തി. വർത്തമാന സമയം ബാബ നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഒരവസരം കൂടിയാണ്. അപ്പം ഈ ഒരു അവസരത്തെ നമുക്ക് എങ്ങനെ ലാഭകരമാക്കി മാറ്റാം, നമ്മുടെ പുരുഷാർത്ഥം എങ്ങനെ തീവ്രമാക്കാം. വർത്തമാന സമയത്തിൽ അവ്യക്ത മുരളികളെല്ലാം തന്നെ 86 മുരളിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുരളികളിലൂടെ തന്നെ ബാബ തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രചോദനങ്ങളും എല്ലാ വിധത്തിലുള്ള ഡോസുകളും ബാബ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ ബ്രാഹ്മണരിൽ പലരും ആദിയിൽ, അതായത് ബാബ സാകാരത്തിലുണ്ടായ സമയത്ത് വന്നവരല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാലത്തിൻ്റെ മുരളികളൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ കേട്ടിട്ടുണ്ടാകാം. എന്നാലും അതിനെക്കുറിച്ച് ആഴത്തിലേക്ക് ചിന്തിക്കാനുള്ള അവസരങ്ങളൊന്നും പലപ്പോഴും ഉണ്ടാകാറില്ല. ഇന്ന് 1969 ജനുവരി 18 ബ്രഹ്മബാബ അവ്യക്തമായ ദിനം. നിരാകാരനായിരിക്കുന്ന ശിവബാബ ഗുൽജാർ ദാദിയിലൂടെ നൽകിയിരിക്കുന്ന സന്ദേശം വായിക്കാം. ഈ ആദ്യത്തെ സന്ദേശത്തിൽ തന്നെ 13 പോയിൻറ്റ്സുകൾ ബാബ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് മനനം ചെയ്യാം. ആദ്യം കേൾക്കാം. അന്നുണ്ടായിരുന്ന യജ്ഞവത്സർക്ക് ശക്തി പകർന്നു കൊടുത്തതെങ്ങനെ, ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കാൻ ഏത് രീതിയിലാണ് ബാബ പ്രേരണകൾ നൽകിയത്, അത് ഇന്ന് നമ്മൾ കുട്ടികൾക്ക് വളരെയധികം ആവശ്യമാണ്. 18 जनवरी 1969 पिताश्री जी के अव्यक्त होने के बाद गुलजार बहन द्वारा अव्यक्त वतन से प्राप्त दिव्य संदेश. പിതാശ്രീ ബ്രഹ്മ ബാബയുടെ അവ്യക്തമായതിനു ശേഷം ഗുൽജാർ ദാദിയിലൂടെ അവ്യക്ത വദനത്തിൽ നിന്നും പ്രാപ്തമായ ദിവ്യ സന്ദേശം. തൻ और मन की हलचल को समाप्त कर देही अभिमानी बनो. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും കോലിളക്കങ്ങളെ സമാപ്തം ചെയ്ത് ആത്മ അഭിമാനികളാകൂ. आज जब हम वतन में गई तो शिव बाबा बोले, साकार ब्रह्मा की आत्मा में आदि से अंत तक 84 जन्मों के चक लगाने के संस्कार है. ദാദി പറയുകയാണ്, എപ്പോഴാണോ ഇന്ന് ദാദി വദനത്തിലേക്ക് പോയത്, അപ്പോൾ ശിവബാബ ദാദിയോട് പറയുമായിരുന്നു, സാകാരത്തിൽ ബ്രഹ്മബാബയുടെ ആത്മാവിൽ ആദി മുതൽ അവസാനം വരെയും 84 ജന്മങ്ങളുടെ ചക്രങ്ങൾ ചുറ്റുവാനുള്ള സംസ്കാരമുണ്ടായിരുന്നു. तो आज भी वतन से चक लगाने गए थे. അതുകൊണ്ട് ഇന്നും ബ്രഹ്മബാബ ഒന്ന് ചക്രം ചുറ്റാൻ വേണ്ടി അഥവാ സഞ്ചരിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. जैसे साइंस वाले रॉकेट द्वारा चंद्रमा तक पहुंचे, ഏതുപോലെ വിജ്ഞാന ശക്തിയുള്ള വിജ്ഞാനികൾ റോക്കറ്റിൻ്റെ ഫലത്തിലൂടെ ചന്ദ്രനിൽ വരെ എത്തിച്ചേർന്നിരിക്കുന്നു. और जितना चंद्रमा के नज़दीक पहुंचते गए उतना इस धरती की आकर्षण से दूर होते गए. വിജ്ഞാനത്തിൻ്റെ ശക്തിയിലും എത്രമാത്രം റോക്കറ്റിൻ്റെ ആധാരത്തിൽ അവർ ചന്ദ്രനിലേക്ക് അടുക്കുന്നുവോ അത്ര തന്നെ അവർ ഭൂമിയുടെ ആകർഷണത്തിൽ നിന്നും ദൂരെയായിക്കൊണ്ടിരുന്നു. പൃഥ്വിക്ക് ആകർഷൺ ഖത്തം ഹോ ഗയി. അവരടുക്കും തോറും, ചന്ദ്രനിലേക്ക് അടുക്കും തോറും ബാബ പറഞ്ഞിരുന്നത് ഭൂമിയുമായിട്ടുള്ള ആകർഷണം ഇല്ലാതാകുന്നു. വഹാ പहुंचने पर बहुत हल्कापन महसूस होता है.
എത്രത്തോളം ചന്ദ്രനിലേക്ക് അടുക്കുന്നോ അത്രയും ഭാരമില്ലാത്ത സ്ഥിതിയുടെ അനുഭവം അവർ ചെയ്തിരുന്നു. जैसे तुम बच्चे जब सूक्ष्म तन में आते हो तो स्थूल आकर्षण खत्म हो जाती है. ബാബ പറഞ്ഞത്, ഏതുപോലെ നിങ്ങൾ കുട്ടികൾ സൂക്ഷ്മവദനത്തിലേക്ക് അടുക്കുന്നുവോ, എത്തിച്ചേരുന്നുവോ, അത്രയും സ്ഥൂലമായ ആകർഷണങ്ങളെല്ലാം തന്നെ സമാപ്തമാകുന്നു. तो वहाँ भी धरती के आकर्षण नहीं रहती. എന്നതുപോലെ തന്നെയാണ് ചന്ദ്രനിലേക്ക് എത്തിപ്പെടുന്നവർക്ക് യാതൊരുവിധ ഭൂമിയുടെ ആകർഷണം ഉണ്ടാകുന്നില്ല. യഹേ ധ്യാൻ ദ്വാര ഓർ വോ ഹേ സയൻസ് ദ്വാര. എന്നാൽ വ്യത്യാസം ഇതാണ്, ഇവിടെ നമ്മൾ കുട്ടികൾ സൂക്ഷ്മതലത്തിലേക്ക് എത്തുമ്പോൾ ഭൂമിയായിട്ടുള്ള ആകർഷണത്തിൽ നിന്ന് മുക്താകുന്നത് ധ്യാനത്തിലൂടെയാണ്. എന്നാൽ ചന്ദ്രനിലേക്ക് എത്തുമ്പോൾ ഭൂമിയായിട്ടുള്ള സ്ഥൂല ആകർഷണത്തിൽ നിന്ന് മുക്താകുന്നത് അത് വിജ്ഞാനത്തിൻ്റെ ശക്തി കൊണ്ടാണ്. और भी एक अंत बाप दादा सुना रहे थे कि वो लोग जब रॉकेट में चलते हैं तो लौटने का कनेक्शन नीचे वालों से होता. മറ്റൊരു അന്തരം നമ്മൾ കാണപ്പെടുന്നത്, ബാബ്ദാദ പറയുന്നത്, എപ്പോഴാണോ ചന്ദ്രനിൽ നിന്നും അവർ തിരിച്ച് റോക്കറ്റിലൂടെ തന്നെ ഭൂമിയിലേക്ക് വരുന്നത്, അപ്പോൾ അവരുടെ മുഴുവൻ നിയന്ത്രണം താഴെ ഭൂമിയിലുള്ള ശാസ്ത്രജ്ഞന്മാരായിരിക്കും. ലേക്കിൻ യഹാ തോ ജബ് ചാഹേ ജൈസേ ചാഹേ അപ്നെ ഹാത്ത് മേ ഹെ. എന്നാൽ ഇവിടെ ബാബ പറയാണ്, നിങ്ങളുടെ നിയന്ത്രണം, നിങ്ങൾ എപ്പോൾ വരണം, എങ്ങനെ വരണം എന്നുള്ള ആ ഒരു നിയന്ത്രണം നിങ്ങളുടെ കൈകളിൽ തന്നെയാണ്. ഇസ്കെ ബാദ് ബാബാനെ ഏക് ദൃശ്യ ദിഖായ. ഈ രണ്ട് അന്തരങ്ങളെക്കുറിച്ച് ബാബ ദാദിയോട് പറയുകയും ശേഷം ബാബ മറ്റൊരു ദൃശ്യമാണ് കാണിച്ചത്. ലൈറ്റ് കി ബഹുത് ഊഞ്ചി പഹാടി തി. ദാദി പറയാണ്, ബാബ കാണിച്ചു തന്ന ആ ദൃശ്യം ഇങ്ങനെയുള്ളതായിരുന്നു. പ്രകാശത്തിൻ്റെ വലിയൊരു പർവ്വതം. ഉസ് പഹാടി കെ നീച്ചെ ശക്തി സേന ഓർ പാണ്ഡവ് ദൾ ത. ആ പർവ്വതത്തിൻ്റെ കീഴെ ശക്തി സൈന്യവും പാണ്ഡവ സൈന്യവും ഉണ്ടായിരുന്നു. ഊപ്പർ മേ ബാബ്ദാദ ഖടേ തെ. അവർക്കെല്ലാം മുകളിലായി ബാബ്ദാദ നിൽക്കുമായിരുന്നു. ഉസ്കെ ബാദ് ബഹുത് ഭീഡ് ഹോ ഗയി. അതിനുശേഷം അവിടെ വലിയ തിരക്കായിരുന്നു. हम सभी वहाँ खड़े ऐसे लग रहे थे जैसे साकारी नहीं लेकिन मंदिर के साक्षात्कार मूर्त खड़े थे. എന്നാൽ അവിടെ നിന്നിരുന്ന എല്ലാവരും ഈ രീതിയിൽ അനുഭവം ചെയ്തിരുന്നു, നമ്മൾ സാകാരിയായിട്ടല്ല അവിടെ നിൽക്കുന്നത്, എന്നാൽ അമ്പലത്തിലെ സാക്ഷാൽ മൂർത്തികളായിട്ടാണ് അവിടെ നിൽക്കുന്നത്. സബി ഊപ്പർ ദേഖ്നെ കി കോശിഷ് കർ രഹേ തെ. എന്നാൽ നമുക്ക് താഴെ കുറേ ഭക്തജനങ്ങളുടെ ഒരു കൂട്ടം, അപ്പം അവരെല്ലാവരും തന്നെ മുകളിൽ നിൽക്കുന്ന ഞങ്ങളിലേക്കായിരുന്നു അവരുടെ ദൃഷ്ടി. ലേക്കിൻ ഊപ്പർ ദേഖ് നഹീ സക്കെ. അവർ മുകളിലേക്ക് നോക്കാൻ അവർ പ്രയത്നിക്കുമെങ്കിലും അവർക്ക് മുകളിലേക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. ജൈസേ സബി ബോത് തരസ് രഹേ തെ. എന്നാൽ ആ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ കാണപ്പെട്ടത് ഒരു നോക്ക് കാണുവാൻ വേണ്ടിയിട്ടുള്ള അവർ വളരെയധികം പരിശ്രമിച്ചുകൊണ്ടിരുന്നു. फिर थोड़ी देर में एक आकाशवाणी की तरह आवाज आई कि शक्तियों पांडवों द्वारा ही कल्याण होना है. ഈ ദൃശ്യം നടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒരു അശരീരി ആകാശവാണി മുഴങ്ങി, ശക്തികളിലൂടെയും പാണ്ഡവരിലൂടെയുമാണ് മംഗളം ഉണ്ടാവുക. उस समय हम सबके चेहरे पर बहुत ही रहमदिल का भाव था. ഈ ആകാശവാണി കേട്ടതോടെ തന്നെ നിങ്ങൾ മക്കളുടെ ഉള്ളിലെല്ലാം വളരെ ദയയുടെ ഭാവം ഉണ്ടായിരുന്നു. उसके बाद फिर कई लोगों को शक्ति और पांडवों से अव्यक्त ब्रह्मा का साक्षात्कार, शिव बाबा का साक्षात्कार होने लगा. ഇതിന് ശേഷമാണ് ആ ആൾക്കൂട്ടത്തിൽ ചിലർക്കെല്ലാം ശക്തികളുടെയും പാണ്ഡവന്മാരിലൂടെയും
അവ്യക്ത ബ്രഹ്മബാബയുടെയും ശിവബാബയുടെയും സാക്ഷാത്കാരം ഉണ്ടാകാൻ തുടങ്ങി. ഫിർ തോ വോ സീൻ ദേഖ്നെ കി തി. ദാദി പറയാണ്, അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു. കൊയ് ഹസ് രഹാ താ, കൊയ് പക്കഡ്നെ കി കോശിഷ് കർ രഹാ താ. ഈ സാക്ഷാത്കാരത്തിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആൾക്കൂട്ടത്തിൽ ചിലർ ചിരിക്കുമായിരുന്നു, ചിലർ ആ ഒരു രൂപത്തെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. കൊയ് പ്രേം മേ ആസു ബഹ രഹാ താ. ചിലവർ പ്രേമത്തിൻ്റെ അശ്രുക്കൾ പൊഴിക്കുമായിരുന്നു. ലേക്കിൻ സാരി ശക്തിയാ ആഗ് കെ ഘോലെ സമാൻ തേജസ്വി രൂപ് മേ സ്ഥിത് തി. എന്നാൽ എല്ലാ ശക്തികളും ഒരു തീഗോളം പോലെ തപസ്വി തേജോ സ്വരൂപത്തിലായിരുന്നു. इस पर बाबा ने सुनाया कि अंतिम समय में तुम्हारा ये अव्यक्त शरीर भी बिल्कुल स्थिर हो जाएगा. അപ്പോൾ ബാബ ദാദിയോട് കേൾപ്പിച്ചു, അന്തിമ സമയത്തിൽ നിങ്ങളുടെ ഈ വ്യക്ത ശരീരം പോലും സമ്പൂർണ്ണ രീതിയിൽ സ്ഥിരതയുള്ളതായിത്തീരും. अभी तो पुराना हिसाब किताब होने के कारण ശരീർ അപ്നി തരഫ് കിഞ്ചിത്താ ഹെ. പഴയ കണക്കുകൾ ഉള്ളത് കാരണം കൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ മനസ്സിനെ ഇളക്കുന്നത്. ലേക്കിൻ അന്തമേ ബിൽക്കുൽ സ്ഥിർ തഥാ ശാന്ത് ഹോ ജായേഗ. ഇപ്പോഴുള്ള ഈ ശരീരത്തോടുള്ള വലിവ് പിന്നീട് ഉണ്ടാവുകയില്ല. അന്തിമ സമയമാകുമ്പോഴേക്കും വളരെയധികം സ്ഥിരതയുള്ളതും ശാന്തവുമായിത്തീരും. കോയി ബി ഹൽച്ചൽ ന മന്മേ ന തന്മേ രഹേഗി. അപ്പോൾ യാതൊരു വിധ മനസ്സിൻ്റെയോ ശരീരത്തിൻ്റെയോ ഇളക്കം അഥവാ കോലിളക്കം ഉണ്ടാവുകയില്ല. ജിസ്കോ ഹി ബാബ കേത്തെ ദേഹി അഭിമാനി സ്ഥിതി. അതിനെ തന്നെയാണ് ബാബ ഓർമ്മപ്പെടുത്തിയത് ആത്മ അഭിമാനി സ്ഥിതി. दृश्य समाप्त होने के बाद बाबा ने कहा, सभी बच्चों को कहना कि अभी देही अभिमानी बनने का पुरुषार्थ करो. ഈ ദൃശ്യം പൂർത്തിയായതോടെ ബാബ ദാദിയോട് പറഞ്ഞു, എല്ലാ മക്കളോടും പറയണം, ഇപ്പോൾ ആത്മ അഭിമാനികളാകുവാനുള്ള പുരുഷാർത്ഥം ചെയ്യുവാൻ. ജിतना സർവീസ് पर ध्यान है उतना ही इस मुख्य बात पर भी ध्यान रहे कि देही अभिमानी बनना. എത്രമാത്രം സേവനത്തിൽ നാം ശ്രദ്ധ കൊടുക്കാറുണ്ട്, അത്ര തന്നെ ഈ കാര്യത്തിലും വളരെയധികം ശ്രദ്ധ കൊടുക്കണം. അതായത് ആത്മ അഭിമാനികളാകണം. അടുത്ത ദിവസം ദാദി വദനത്തിൽ പോയപ്പോൾ ഉള്ള സന്ദേശമാണ്, पुराने संस्कार रूपी पत्तों को समाप्त कर बीज रूप അവസ്ഥ बनाओ. പഴയ സംസ്കാരങ്ങളാകുന്ന ഇലകളെ സമാപ്തം ചെയ്ത് ബീജരൂപ അവസ്ഥ ഉണ്ടാക്കൂ. आज जब मैं वतन में गई तो बाप दादा हम सभी बच्चों का स्वागत करने के लिए सामने उपस्थित थे. ദാദി പറയാണ്, ഇന്നെപ്പോഴാണോ ഞാൻ വതനത്തിലേക്ക് പോയത്, അപ്പോൾ ബാബ അവിടെ നമ്മൾ കുട്ടികളെ സ്വാഗതം ചെയ്യാൻ വേണ്ടി മുൻപിൽ തന്നെ ഉപസ്ഥിതനായിരുന്നു. ജൈസേ ഹി മൈ പൗഞ്ചി തോ ജൈസേ സാകാർ രൂപ മേ ദൃഷ്ടി സേ യാദ് ലേത്തെ തേ വൈസേ ഹി അനുഭവ ഹുവ. വദനത്തിൽ എത്തിയതോടെ ദാദി പറയാണ്, സാകാരത്തിൽ ബ്രഹ്മബാബി ഉണ്ടായപ്പോൾ ദൃഷ്ടിയിൽ കൂടിയാണ് ഓർമ്മ നൽകിയിരുന്നത്. അതുപോലുള്ളൊരു അനുഭവമായിരുന്നു. ലേക്കിൻ ആജ് കി ദൃഷ്ടി മേ വിശേഷ് പ്രേം കെ സാഗർ കാ രൂപ് ഇമർജ് ത. എന്നാൽ ഇന്ന് ബാബ നൽകിയിരുന്ന ദൃഷ്ടിയിൽ വിശേഷമായും സ്നേഹസാഗരൻ്റെ രൂപം പ്രത്യക്ഷമായിരുന്നു. ഏക് ഏക് ബച്ചേക്ക് യാദ് നയനോമേ സമായി ഹുയി തി. ഓരോരോ കുട്ടികളുടെ ഓർമ്മയും ആ നയനങ്ങളിൽ സമാവേശമായിരുന്നു. ബാബ ने कहा, याद तो सभी बच्चों ने भेजी है,
ഉടനെ ബാബ പറഞ്ഞു, എല്ലാ കുട്ടികളും ബാബയുടെ ഓർമ്മ സ്മരണകൾ അയച്ചിട്ടുണ്ട്. ലേക്കിൻ ഇസ്മേ ദോ പ്രകാർ കി യാദ് ഹെ. എന്നാൽ അതിൽ 2 പ്രകാരത്തിലുള്ള ഓർമ്മ സ്മരണകളായിരുന്നു. കൈ ബച്ചോं की याद अव्यक्त है और कईयों की याद में अव्यक्त भाव के साथ വ്യക്ത ഭാവ് മിക്സ് है. ചില കുട്ടികളുടെ ഓർമ്മയിൽ അവ്യക്തത ഉണ്ടായിരുന്നു. എന്നാൽ ചിലവരുടെ ഓർമ്മയിൽ അവ്യക്തതയോടൊപ്പം തന്നെ വ്യക്തതയുടെ ഭാവവും മിശ്രിതമായിരുന്നു. 75 बच्चों की याद अव्यक्त थी, लेकिन 25 की याद മിക്സ് थी. ബാബ പറയണ 75% കുട്ടികളുടെ ഓർമ്മയിൽ അവ്യക്ത ഭാവമുണ്ടായിരുന്നു. എന്നാൽ 25% കുട്ടികളുടെ ഓർമ്മയിൽ വ്യക്തഭാവമുണ്ടായിരുന്നു. फिर भी बाबा ने सभी को स्नेह और शक्ति भरी दृष्टि देते गिट्टी खिलाई. എന്നിരുന്നാലും ബാബ എല്ലാവർക്കും സ്നേഹത്തോടെ തന്നെ ദൃഷ്ടി നൽകിക്കൊണ്ട് ഓരോ പിടി മക്കളെ കഴിപ്പിച്ചു. फिर एक दृश्य इमर्ज हुआ, क्या देखा कि सभी बच्चों का संगठन खड़ा है. പിന്നീട് മറ്റൊരു ദൃശ്യം അവിടെ ഇമർജായി. അതിൽ കണ്ടത് എല്ലാ കുട്ടികളുടെ സംഘടന രൂപമാണ്. और ऊपर से बहुत फूलों की वर्षा हो रही है. ആ കൂട്ടായ്മ അഥവാ സംഘടനയിൽ മുകളിൽ നിന്നും പൂക്കളുടെ വൃഷ്ടി ഉണ്ടായിരുന്നു. बिल्कुल चारों ओर फूलों के सिवाय और कुछ देखने में नहीं आ रहा था. അവിടെ 4 ചുറ്റുപാടും പൂക്കളല്ലാതെ മറ്റൊന്നും കാണപ്പെട്ടിരുന്നില്ല. ബാബാനെ സുനായ ബച്ചി, ബാപ്ദാദാനെ സ്നേഹ ശക്തി തോ ബച്ചോं को दी ही है. ബാബ ദാദിയെ കേൾപ്പിച്ചു, കുട്ടി, ശുബാബ എല്ലാ കുട്ടികൾക്കും സ്നേഹവും ശക്തിയും നൽകിയിട്ടുണ്ട്. लेकिन साथ साथ दिव्य गुण रूपी फूलों की वर्षा शिक्षा के रूप में भी बहुत की है. എന്നിരുന്നാലും അതിനോടൊപ്പം തന്നെ ദിവ്യഗുണങ്ങളാകുന്ന പൂക്കളുടെ വൃഷ്ടി ശിക്ഷണത്തിൻ്റെ രൂപത്തിലാണ് നൽകിയിരിക്കുന്നത്. परंतु दिव्य गुणों की शिक्षा को हर एक बच्चे ने यथाशक्ति ही धारण किया. എന്നാൽ ദിവ്യഗുണങ്ങളുടെ ശിക്ഷണം ഓരോരുത്തരും യഥാശക്തിക്കനുസരിച്ചാണ് ജീവിതത്തിൽ ധാരണ ചെയ്തിരിക്കുന്നത്. इसके बाद फिर दूसरा दृश्य दिखाया. അതിനുശേഷം ദൃശ്യം മാറി. 3 प्रकार के गुलाब के फूल थे. അപ്പോൾ കണ്ടത് 3 പ്രകാരത്തിലുള്ള റോസാപ്പൂക്കളായിരുന്നു. एक लोहे का, दूसरा हल्का पीतल का और तीसरा रियल गुलाब का था. അതിലൊന്ന് ഒരു റോസാപ്പൂ ഇരുമ്പിൻ്റേതായിരുന്നു, മറ്റൊരു റോസാപ്പൂ ചെമ്പിൻ്റേതായിരുന്നു, മൂന്നാമത്തത് ഒറിജിനൽ റോസാപ്പൂ ആയിരുന്നു. तो बाबा ने कहा बच्चों के रिजल्ट भी इस प्रकार है. അപ്പോൾ ബാബ ദാദിയോട് പറഞ്ഞു, കുട്ടികളുടെ റിസൾട്ടും ഈ പ്രകാരത്തിലാണ്. ജോ ലോഹേ കാ ഫൂൽ ഹെ, അതിലൊന്ന് ബാബ പറഞ്ഞത് ഇരുമ്പിൻ്റെ റോസാപ്പൂ എന്ന്. ये बच्चों के कड़े संस्कार की निशानी है. ഈ റോസാപ്പൂ സൂചിപ്പിക്കുന്നത് കുട്ടികളിലുള്ള കഠിനമായിരിക്കുന്ന സംസ്കാരത്തെയാണ്. जैसे लोहे को बहुत टोकना पड़ता, जब तक गरम ना करो, हथौड़ा ना लगाओ तो मूड नहीं सकता. ഒരു ഇരുമ്പിനെ വളച്ചെടുക്കണമെങ്കിൽ അതിനെ എത്രമാത്രം ചൂടാക്കേണ്ടതായി വരും, എത്രമാത്രം ചുറ്റികയുടെ അടി കൊള്ളേണ്ടതായി വരും, എന്നാൽ മാത്രമേ അത് വളയുകയുള്ളൂ. इसी तरह कई बच्चों के संस्कार ലോഹേ കി തറ കടേ ഹെ. എന്നതുപോലെ ബാബ പറയാണ്, ചില കുട്ടികളുടെ സംസ്കാരം ഇരുമ്പിനെ പോലെയാണ്. ജോ ജിത്തനാ ഭി ഭട്ടി മേ പടേ രഹേ ലേക്കിൻ ബദൽത്തേ നഹി. എത്ര തന്നെ അവരെ ഭട്ടി
അഥവാ ചൂളയിലിട്ടാലും യാതൊരു മാറ്റവും അവരിൽ കാണപ്പെടുകയില്ല. दूसरे वे जो मोड़ने से व मेहनत से कुछ बदलता है. എന്നാൽ രണ്ടാം പ്രകാരത്തിലുള്ള കുട്ടികൾ കുറച്ചൊക്കെ നമ്മൾ തട്ടി മുട്ടി എടുത്താൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. तीसरे वे है जो नेचुरल ही गुलाब है. മൂന്നാമത്തെ പ്രകാരത്തിലുള്ളവർ നാച്ചുറൽ ആയിരിക്കുന്ന റോസാപ്പൂക്കളാണ്. ये वही बच्चे हैं जिन्होंने गुलाब समान बनने में कुछ मेहनत नहीं ली. ഈ മൂന്നാമത്തെ പ്രകാരത്തിലുള്ള റോസാപ്പൂക്കൾ പൂക്കൾക്ക് സമാനമാകുന്നതിൽ യാതൊരുവിധ പുരുഷാർത്ഥമോ പരിശ്രമമോ ചെയ്യുകയില്ല. ऐसे सुनाते सुनाते बाबा ने रियल गुलाब के फूल को अपने हाथ में उठाकर थोड़ा घुमाया. അപ്പം ഇതൊക്കെ കേൾപ്പിച്ചുകൊണ്ടിരിക്കെ ബാബ്ദാദ തൻ്റെ കയ്യിൽ ഒറിജിനൽ റോസാപ്പൂ എടുത്തുകൊണ്ട് വെറുതെ ഒന്ന് കറക്കി. ഗുമാത്തെ ഹി ഉസ്കെ സാരേ പത്തേ ഗിർ ഗൈ. ബാബ ആ റോസാപ്പൂക്കളെ എടുത്ത് ഒന്ന് കറക്കിയപ്പോൾ അതിലെ എതിലുകളൊക്കെ ഉതിർന്നു വീണു. और सिर्फ बीच का बीज रह गया. അങ്ങനെ അതിലെ എല്ലാ എതിലുകളും ഇലകളും ഉതിർന്നു പോയി. അതിൻ്റെ നടുവിലുണ്ടായിരുന്ന മുട്ടു മാത്രം അവശേഷിച്ചു. तो बाबा बोले, देखो बच्ची, जैसे इसके पत्ते कितने जल्दी और सहज अलग हो गए. ഇപ്പോൾ ബാബ്ദാദ ദാദിയോട് പറഞ്ഞു, നോക്കൂ കുട്ടി, ഇതിൻ്റെ എതിലുകളെല്ലാം എത്ര പെട്ടെന്നാണ് ഉതിർന്നു പോയത്, എത്ര വേഗത്തിലാണ് ആ മുട്ടിൽ നിന്നും അത് വേറിട്ട് നിന്നത്. ഐസ പുരുഷാർത്ഥ കർണ. അപ്പോൾ ഈ രീതിയിലായിരിക്കണം നിങ്ങൾ കുട്ടികളുടെ പുരുഷാർത്ഥം. जो एकदम फट से पुराने संस्कार पुराने देह के संबंध रूपी पत्ते चंट जाए और फिर बीज रूप अवस्था में स्थित हो जाए. അതായത് നമ്മളിലുള്ള ആ കഠിനമായ സംസ്കാരങ്ങൾ പെട്ടെന്നില്ലാതാവുകയും പഴയ ദേഹവും ദേഹത്തിൻ്റെ സംബന്ധങ്ങളാകുന്ന ഇലകൾ ഉതിർന്നു പോവുകയും പിന്നീട് കേവലം ബീജരൂപ അവസ്ഥ മാത്രം നമ്മുടേതായി തീരണം. तो सभी बच्चों को यही संदेश देना कि अपने को चेक करो कि अगर समय आ जाए तो कोई भी संस्कार रूपी पत्ते अटक तो नहीं जाएगी. അപ്പോൾ എല്ലാ കുട്ടികളോടും ഈ ഒരു സന്ദേശം എത്തിക്കണം. അതായത് സ്വയം പരിശോധിച്ചു നോക്കുക. ഒരു പക്ഷേ സമയം അടുക്കുമ്പോൾ ഇതുപോലെ കഠിനമായ സംസ്കാരങ്ങൾ ഏതെങ്കിലും എന്നിൽ ഒട്ടിപ്പിടിക്കാറുണ്ടോ? ജോ മെഹനത് കർണി പടെ. അതിൽ നിന്നും മോചനം നേടാൻ ഞാൻ പരിശ്രമിക്കേണ്ടതായി വരുമോ? കർമാതീത് അവസ്ഥ സഹജി ബൻ ജായേഗി യാ കോയി കർമ്മബന്ധൻ ഉസ് സമയ അടക് ഡാലേഗ. വളരെ സഹജമായി കർമാതീത അവസ്ഥയെ എന്നെക്കൊണ്ട് പ്രാപിക്കാൻ കഴിയുമോ? അഥവാ ഏതെങ്കിലും തരത്തിലുള്ള കർമ്മബന്ധനം ആ സമയം എനിക്ക് തടസ്സമായി വരുമോ? അഗർ കോയി കമി ഹേ तो चेक करो और भरने की कोशिश करो. അഥവാ എന്തെങ്കിലും അത്തരത്തിലുള്ള കുറവുകൾ എന്നിൽ അനുഭവപ്പെടുന്നു എങ്കിൽ ആ കുറവുകളെ നിറയ്ക്കുവാനുള്ള പ്രയത്നം അതോ പുരുഷാർത്ഥം ചെയ്യൂ. അപ്പോൾ ബാബ 1969 രണ്ടാമത്തെ സന്ദേശത്തിൽ തൻ്റെ ഓരോ കുട്ടികൾക്കും 3 റോസാപ്പൂക്കളുടെ ഉദാഹരണം നൽകി. അതിൽ നമ്മൾ എത്തരത്തിലുള്ള റോസാപ്പൂക്കളായിരിക്കണം? ഒറിജിനൽ റോസാപ്പൂക്കളായിരിക്കണം. അപ്പോൾ ഒറിജിനൽ റോസാപ്പൂക്കൾ സമയമാകുമ്പോൾ തന്നെ പഴയ ദേഹത്തിൻ്റെ ബന്ധനങ്ങൾ എല്ലാത്തിൽ നിന്നും മുക്തനായി ആത്മാവിൻ്റെ യഥാർത്ഥ സ്ഥിതിയിൽ ആത്മസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുവാൻ സാധിക്കും. ഓം ശാന്തി.